നല്ല സിനിമ. പറയാനുണ്ട പുള്ളിയെ പറ്റി എന്ത് പറയാനാ, എന്താ പറയണ്ട, ഒന്നുമില്ല. പുള്ളിയുടെയൊക്കെ ഒപ്പം ജീവിക്കണം നമ്മളെ സംബന്ധിച്ചു കൊടുക്കണം, നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. നല്ല സൂപ്പറാണ്. മമ്മൂക്കാൻ്റെ പെർഫോമൻസ് തന്നെയാണ്. മമ്മൂക്ക മാത്രമല്ല, അർജുന അശോകനും സിദ്ധാർത്ഥൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ തന്നെ ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇത്രയും ത്രില്ലടിച്ചൊരു സിനിമ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തൊരു സിനിമയാണിത്. അന്ന് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ശരിക്കും അടിച്ചോളൂ, ഗംഭീര പടം. മമ്മൂട്ടിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പടമല്ലേ. മമ്മൂട്ടിയുടെ ഒരു പ്രത്യേക വ്യത്യസ്തത നിറഞ്ഞ മേക്ക് ഓവർ കാണുന്നുണ്ടെങ്കിൽ ഭ്രമയുഗം കാണണം. എല്ലാ ചോക്ലേറ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്ക് ഓവറല്ലേ. ഗംഭീര പടം, അത്യാവശ്യം എല്ലാവരും വന്ന് കാണട്ടെ. പിന്നെ ഈ പ്രേതമാണ്, കുട്ടികളെ കാണിക്കാൻ പറ്റൂല, പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റൂല, അങ്ങനെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. എല്ലാം നമ്മൾ യാദൃശികമായിട്ട് സംഭവിച്ചു പോകുന്ന ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ പടത്തിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് പേടിച്ചിരുന്നൊന്നും കാണേണ്ട പടമല്ല. പിന്നെ അർജുന അശോകനാണെങ്കിലും സിദ്ധാർത്ഥ ഭരതനാണെങ്കിലും മണികണ്ഠൻ ആചാര്യാണെങ്കിലും അതിനകത്ത് അഭിനയിച്ചേക്കുന്ന എത്രയോ പേരുണ്ട്, അവരെല്ലാം വളരെ ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഗംഭീര എഡിറ്റിംഗ് അല്ലേ, എഡിറ്റിംഗ് ഭയങ്കര ഗംഭീരം. അതേപോലെ ക്യാമറ അടിപൊളി, പിന്നെ BGM സ്കോർ ആണെങ്കിലും ഗംഭീരം, ഡയറക്റ്റ് അടിപൊളി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ നല്ല സുന്ദരമായിട്ടിരുന്ന് കണ്ടുകൂടെ. നമ്മൾ പണ്ട് സത്യം മാഷിൻ്റെയും മധുസാറിൻ്റെയൊക്കെ പടം കണ്ട പോലെ ഇരുന്ന് നല്ല ആസ്വദിച്ച് കാണാം. ഇനിയിപ്പോൾ ഇതൊക്കെ കാണട്ടെ, പുതിയ പിള്ളേർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെയും പണ്ടുള്ള ആളുകൾ സിനിമ ഉണ്ടാക്കിയിരുന്നു ഒന്ന് കാണട്ടെ. അതൊക്കെ അങ്ങനെ കാണണ്ടേ, എല്ലാവരും അറിയണം. വളരെ നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുക പോലുമില്ല. അത് അങ്ങനത്തെ ഒരു കഥാപശ്ചാത്തലമല്ലേ. ആ പശ്ചാത്തലത്തിൽ വളരെ ഗംഭീരമായിട്ട് ആ ഡയറക്ടർ അത് അണിയിച്ചൊരുക്കിയില്ലേ. പിന്നെ ഇങ്ങനത്തെ ഒരു വെല്ലുവിളി നിറഞ്ഞ വേഷമല്ലേ മമ്മൂട്ടിയൊക്കെ എടുത്തേക്കുന്നത്. അദ്ദേഹത്തിനും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു സംഭവമില്ലേ. എന്ത് രസമാണ് മമ്മൂട്ടിയുടെ ചിരി, ഹോ അതൊക്കെ പറഞ്ഞുള്ള ചിരിയില്ലേ, അതൊക്കെ എന്ത് രസമാണ്. ആ പല്ലൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഭയങ്കര മേക്കപ്പൊക്കെ ഗംഭീരമല്ലേ. എന്തായാലും വളരെ നാച്ചുറാലിറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഗംഭീരപ്പടം, തിരക്കേടില്ല, എല്ലാവരും വന്ന് കാണട്ടെ. പിന്നെ പേടിപ്പെടുത്തുന്നും പറഞ്ഞിട്ട് സ്ത്രീകളും കുട്ടികളൊന്നും ഈ പടം കാണാൻ വരാതിരിക്കരുത്. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അത്യാവശ്യം ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചെറിയ പേടിപ്പെടുത്തൽ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ലതായിരുന്നു. അർജുന അശോകനും എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു. ആർട്ടിസ്റ്റിക് ടെക്നിക്കലി സൂപ്പറാണ്. ക്യാമറ വർക്ക്, സൗണ്ട് എഫക്റ്റ് എല്ലാം ഉയർന്നാണ്. പിന്നെ ഒരു എസ്തെറ്റിക് ക്വാളിറ്റി മൂവിയാണ്. എല്ലാം കൊണ്ട് നല്ലൊരു ക്ലാസിക് മൂവിയാണ്. ഇങ്ങനത്തെ മൂവി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. മമ്മൂട്ടിയെ ഇന്നൊരു മോഡലി റോളിൽ കുറച്ചുകൂടി നന്നായിരുന്നു മമ്മൂട്ടിയെ കാട്ടും. പക്ഷേ അർജുനയുടെ പെർഫോമൻസാണ് സൂപ്പറാണ്. മിക്കവാറും നഷ്ടപ്പെട്ട് കിട്ടാൻ സാധ്യതയും. സൗണ്ട് ആയാലും ക്യാമറ വർക്ക് ആയാലും ആർട്ട് ഡയറക്ഷൻ എല്ലാം ഉയർന്നാണ്. എസ്തെറ്റിക് ആണ്, ഒരു മിത്തോളജിക്കൽ ഫിലിമാണ്. എല്ലാം കൊണ്ടും ഒരു ക്ലാസിക് മൂവിയാണ്. ഇങ്ങനത്തെ മൂവീസ് അധികം ഉണ്ടാവില്ല. ഗംഭീരം, ഒറ്റ വാക്കിലെ പറയാം, ഗംഭീരം. അത് ആരെടുത്ത് പറയണമെന്ന് നമുക്ക് പറ്റണില്ല. എല്ലാവരും, അത് അഭിനയിച്ചവരും, ഡയറക്ഷൻ, സ്ക്രിപ്റ്റിങ്, ആർട്ട്, റീ റെക്കോർഡിങ്, എന്തൊരു ഭംഗി എന്നറിയാമോ. ഭയങ്കര മൂടാ. നമുക്ക് പൊളിച്ചടിക്കിട്ടുണ്ട്. നമുക്കത് തിരഞ്ഞെടുത്തോണ്ടല്ലേ അർജുന വേഷം കിട്ടിയത്. ഒരു അർജുൻ നന്നായി ചെയ്തിട്ടുണ്ട്. അർജുൻ, സിദ്ധാർത്ഥ്, അങ്ങനെ അവർ 3 പേര് പൊളിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പടം കണ്ടാൽ നമുക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റണില്ല. ആർട്ട് ഡയറക്ടർ, റീ റെക്കോർഡിങ്, ഡയറക്ഷൻ, ഡയലോഗ്സ്, സൂപ്പർ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് വേണ്ടത്. അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. കളർ എനിക്ക് തോന്നണില്ല അത്രയും ഗംഭീരമൊന്നും. പക്ഷേ എല്ലാം കൊണ്ടും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു ഭംഗി വേറെയാണ്. മമ്മൂക്ക എന്താ ചെയ്തത്, വേറെ ലെവലാണ്.